ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മാമൻ്റെ കൂടെ പോകാൻ കേട്ടോ. ന്യൂ ഇയറും കഴിഞ്ഞ് അടുത്ത ന്യൂ ഇയർ ആവാറായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ വീഡിയോ എന്തായാലും ഇടാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആണിത്. അപ്പോൾ ഇതെന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ന്യൂ ഇയറിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് മാറിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ട്രൈപ്പോഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മാമൻ്റെ മോനായിരുന്നു എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര കാലമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. എല്ലാ കാര്യവും ഭയങ്കര സ്ലോലി ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്നുണ്ടെങ്കിലോ, ഞങ്ങളെല്ലാ ആൾക്കാരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ലഹളമയം തന്നെയാണ് കേട്ടോ. നല്ല ലഹളി, നല്ല ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൈമാറുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിട്ടാണ്. എൻ്റെ ഓർമ്മയിൽ ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിച്ചൊരു ദിവസമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാറുള്ളത്. ഞാൻ അപ്പ അമ്മ ചേച്ചിയൊക്കെ കൂടിയിട്ട് ന്യൂ ഇയർ പണ്ട് തൊട്ടേ ആഘോഷിക്കാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് തലേദിവസം ഞങ്ങളൊരു സെൽഫി എടുക്കും. പിന്നെ ലാസ്റ്റ് ആ 12 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അതാണ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ന്യൂ ഇയറിൻ്റെ ആ ടൈമിൽ ഇങ്ങനെ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉള്ളൊരു പതിവില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളെല്ലാ മെമ്പേഴ്സിനും ഗിഫ്റ്റ് കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് വീഡിയോ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്പീഡ് കൊടുക്കാതെ ആ വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് എൻ്റെ അമ്മ കൊടുക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെൻ്റെ ഒട്ടുമിക്ക എല്ലാ ലോങ് വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ ചേച്ചി. അപ്പോൾ ചേച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നത് വിഷ്ണുവിനെയാണ് കേട്ടോ. സംഭവം ഇതൊരു നല്ലൊരു രസമുള്ള പരിപാടിയാണെങ്കിലും ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും വിളിച്ചിട്ട് ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ ആരെയാണ് കിട്ടിയെന്നുള്ളതൊന്നും. അങ്ങനെ ഗൈസ് ഞങ്ങളെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അവിടെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം സമയം 12 മണി ആവണമല്ലോ, നമുക്ക് പടക്കം പൊട്ടിക്കണം, ന്യൂ ഇയർ ആഘോഷിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിലേക്കും വരണം. പിറ്റേ ദിവസം നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ ജോലിക്ക് പോകണം. അങ്ങനെ അമ്മൂമ്മമാരെയൊക്കെ പിടിച്ച് പുറത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ, ചെയറൊക്കെ ഇട്ടിട്ട്. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കളികളാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യലായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന്. എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് പിന്നെന്താ പറയുക, ഫുഡൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നോൺ ഉണ്ടായിരുന്നു, വെജ് ഉണ്ടായിരുന്നു. കാരണം മാമന്മാരൊക്കെ വെജാണ് കഴിക്കുക, ഞങ്ങളാണെങ്കിൽ നോണാണ് കഴിക്കുക. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നോണാണ് കഴിക്കുള്ളൂ എന്നുള്ളത്. നമുക്കൊരു ചിക്കൻ്റെ കഷ്ണമെങ്കിലും വേണം ഗൈസ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി ചേച്ചിയുടെ സ്പെഷ്യലായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറി, പിന്നെ നാടൻ ചിക്കൻ, നാടനല്ലാത്ത ചിക്കൻ, താറാവ്, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് ഇത്രയും കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ആഘോഷം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പ്ലേറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചാൽ എന്തൊക്കെയാണ് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് അപ്പം, കുറച്ച് ചോറും, കുറച്ച് ചിക്കനും എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ചേട്ടൻ കൂട്ടം കഴിക്കേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ്റെ വൈഫും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മീൻകറി ഇവിടെ മെയിനായിട്ട് വെക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി തന്നെയാണ് ഇവിടെ മെയിനായിട്ട് വെക്കുന്ന ആൾ. കാരണം ചേച്ചിയുടെ മീൻകറിക്ക് ഭയങ്കര ഫാൻസാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഉള്ള മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടനൊരു ഹലോ ഗൈസ് പറയൂ കേട്ടോ. ഹലോ ഗൈസ്, ഒന്നാടി പറ. എനിക്ക് മനസ്സിലായി. ഹലോ ഗൈസ് പറ. നിങ്ങളിപ്പോൾ തന്നെ കണ്ടത് ഒരു ചേച്ചിയുടെ മോനാണ്, ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതേ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കലും ഇതൊക്കെയായിരുന്നു. അങ്ങനെ പടക്കം പൊട്ടിക്കലും പിന്നെ മുകളിലുള്ള ചന്ദ്രനെയും നോക്കിയിട്ട് അങ്ങനെ നിന്ന് കുറേ നേരം
അടുത്തത് കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കണം. അപ്പോൾ കമ്പിത്തിരി കത്തിക്കാനായിട്ട് പിള്ളേർ സെറ്റും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കമ്പിത്തിരി കത്തിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരാൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. മറ്റാളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇയാൾക്ക് പടക്കും കമ്പിത്തിരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ നേരത്തെ കണ്ട ഉണ്ണിയില്ലേ, അവന് അതൊക്കെ പേടിയാണ് കേട്ടോ. പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ആൾ റൂമിൽ കയറി കേശുകുട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കൂടിയും എല്ലാതും പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനും ഒക്കെ വന്നു കേട്ടോ. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇതിലൊന്നും പേടിയില്ല. പടക്കം പൊട്ടിക്കാനായാലും അവന് പേടിയില്ല കേട്ടോ. പടക്കത്തിൻ്റെ സൗണ്ടൊന്നും തീരെ പേടിയില്ല. പക്ഷേ എനിക്കൊക്കെയും പടക്കം പൊട്ടിക്കൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം എനിക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേടിക്കുന്നുണ്ട്. പിന്നെ അത് പൊട്ടിക്കണ കാണുമ്പോഴും പേടിയുണ്ട്. എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ അത് കയ്യിലിരുന്ന് പൊട്ടുമോ, ഇനി ഇവർ പൊട്ടിക്കുമ്പോൾ ഇവർക്കത് എറിയാൻ പറ്റില്ലേ, ഇത് കത്തിച്ച വഴിക്ക് എറിയില്ലേ, അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ അമ്മയുടെയും പിന്നെ അവിടുത്തെ വേറൊരു അമ്മയുടെയും ഒക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ കണ്ടു ഒരു പടക്കം പൊട്ടിക്കുന്നതൊക്കെ. അതിൻ്റെ അടുത്ത് പോയി എന്നിട്ട് കാണാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം കണ്ടല്ലേ എൻ്റെ ഭർത്താവിനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കലൊരു പതിവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിന് വോയിസ് കൊടുക്കുമ്പോഴാണ് കേട്ടോ വിഷ്ണു എന്നെ അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ കാര്യം എന്നൊക്കെ തിരക്കി വന്നിട്ടുണ്ട്. രണ്ടാമതാണ് ഈ വോയിസൊക്കെ കൊടുക്കണത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തുകൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഞങ്ങൾ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ എത്തിയിട്ടില്ല, ചേട്ടൻ പുറത്താണ്. അപ്പം ആളും നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടൻ വരാൻ പറ്റിയില്ല. ചേട്ടനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ആഘോഷം അങ്ങോട്ട് തകർത്തടിച്ച് പൊളിച്ചേനെ ഗൈസ്. കാരണം ചേട്ടന് എല്ലാവരുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യാനും പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ ആൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. കാരണം ലീവ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടന്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും സമയമായിട്ടില്ല, 12 മണി ആവണല്ലോ. 12 മണി ആയിട്ടില്ല കേട്ടോ നമ്മൾ ന്യൂ ഇയറിന്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ കളികളും എല്ലാതും കാണണം. കാരണം കുറേ കള്ളക്കളിയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കസേരക്കളി കളിച്ചു, പാട്ട് വെച്ച് കുറച്ച് നേരം ഞങ്ങൾ ഡാൻസ് ചെയ്തു എല്ലാവരും കൂടിയിട്ട്. പിന്നെ പിള്ളേരുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടുള്ള ഡാൻസൊന്നും നിങ്ങൾ വിചാരിക്കരുത്, വെറുതെ നമ്മൾ ഓരോന്നൊക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇതിൽ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയവർ തൊട്ട് വലിയവർ വരെ ഫുൾ ടൈം ഓണായിരുന്നു. സാധാരണ ചില പരിപാടികൾക്കൊക്കെ ഇവരൊന്നും ഓണാവാറില്ല, കിഡ്സ് മാത്രമാണ് ഓണായിട്ടിരിക്കാറ്. പക്ഷേ ഈ പരിപാടിക്ക് അങ്ങനില്ല. കിഡ്സ് തൊട്ട് മീഡിയം, അതുപോലെ എക്സൽ ലാർജ് ഡ്രസ്സിൻ്റെ സൈസ് പറയില്ല, അതുപോലെ കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ ഫുൾ ടൈം ഓണായിട്ടിരുന്നൊരു ന്യൂ ഇയർ ആഘോഷമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളുടെ ഇതേ കമ്പിത്തിരി കത്തിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നറിയാം, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പോൾ അതേ കമ്പിത്തിരി കത്തിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഡാൻസ് കളിക്കുന്ന വീഡിയോൻ്റെ സൗണ്ട് ഒന്നും ഇടാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിനൊക്കെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും കേട്ടോ. അത് കാരണമാണ് നമ്മൾ സോങ് ഒക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണത്. ഗായ്സ്, അങ്ങനെ നമ്മുടെ കലാപരിപാടികളെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നാലേക്കായിട്ട് നമ്മുടെ കസേരക്കളി, അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളും ഡാൻസും വേറൊരു സർപ്രൈസ് ഒരു ഐറ്റം കൂടിയുണ്ട്, നമ്മൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അടുത്ത വീഡിയോയും പിന്നത്തെ വീഡിയോ ഒക്കെ കാണണം. ഇത് എത്ര പാട്ടായിട്ട് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും നിങ്ങളെല്ലാ വീഡിയോയും കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.